ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു യോഗ് ഡിസൈനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ആൻറ്റിക് ഗോൾഡിൻ്റെ കട്ട് ബീഡ്, പിന്നെ റെഡ് കളറുള്ള ഷുഗർ ബീഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൽ ഈ റെഡ് ഷെയ്ഡ് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ഇനി വേണ്ടത് നമുക്ക് ത്രെഡാണ്. ഈ 3 ഷെയ്ഡിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന്, പിന്നെ റെഡ് ഷെയ്ഡ്. ഞാനിവിടെ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെക്കിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുകയാണ് കേട്ടോ. ഇതൊരു 13 ഇഞ്ച് വരുന്ന ഒരു ലൈനാണ്. അത് ഞാൻ ഇതുപോലെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുവാണ്. നമുക്ക് ഡിസൈൻ വരയ്ക്കേണ്ടത് 1 ഇഞ്ച് വരുന്ന ഒരു ബോക്സിലാണ്. അപ്പോൾ അതിനാണ് കേട്ടോ അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. ഇനി ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇതുപോലെ റൗണ്ട് ഒന്ന് വരച്ച് കൊടുക്കണം. എന്നിട്ട് സ്റ്റെമ്മും ലീഫും വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ സ്റ്റെമ്മും ലീഫും വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 5 ലീഫ് വരുന്ന പോലെ ഒരു സ്റ്റെമ്മാണ് വരച്ചേക്കുന്നത്. വീണ്ടും അടുത്ത റൗണ്ട് വരയ്ക്കുക, എന്നിട്ട് വീണ്ടും ലീഫ് വരയ്ക്കുക. ആ ഒരു രീതിയിൽ ആ ബോക്സ് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ഡിസൈൻ വരച്ച് കൊടുക്കണം. ചിലർ പറയാറുണ്ട് ഡിസൈൻസ് വരയ്ക്കാൻ അറിയില്ല എന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1-2 പ്രാവശ്യം ഇങ്ങനെ വരച്ചാണ് നമുക്ക് ഡിസൈൻ ശരിയായി വരിക. അപ്പോൾ ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയായെന്നിരിക്കില്ല. അപ്പോൾ ആദ്യം പേപ്പറിലൊന്ന് വരച്ച് നോക്കുക. അതിനുശേഷം ക്ലോത്തിലേക്ക് ഡയറക്റ്റ് വരയ്ക്കാവുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഡിസൈൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത് മായ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് വരയ്ക്കാൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ക്ലോത്തിലേക്ക് വരയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ ട്രേസ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാൻ ഇതുപോലെ പ്രോ സർക്കിൾസ് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ലീഫൊക്കെ 1-2 തവണ ട്രൈ ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. ഈ സ്റ്റെമ്മിൻ്റെ പോർഷനിൽ നമ്മൾ കട്ട് ബീഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആൻറ്റിക് ഗോൾഡ് കട്ട് ബീഡ് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യുവാണ്. ഓൾറെഡി നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നീഡിൽ നമ്പർ 12 ആണ് യൂസ് ചെയ്യാറുള്ളതെന്ന് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ലീഫാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 6 സ്ട്രാൻഡ്സ് ഗ്രീൻ കളറുള്ള ത്രെഡ് എടുത്തിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് താഴെയായിട്ട് നീഡിൽ താഴ്ത്തി എടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നീഡിൽ എടുക്കേണ്ടത് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് വേണം നീഡിൽ എടുക്കാനായിട്ട്. വീണ്ടും നീഡിൽ താഴ്ത്തി എടുക്കുന്നത് ഈ ഒരു പോർഷനിലും ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തു, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോരാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ സ്റ്റിച്ചിൻ്റെ പേര് സാറ്റിൻ ലീഫ് സ്റ്റിച്ച് എന്നാണ് കേട്ടോ. ഇനി അടുത്ത ലീഫ് ചെയ്യുന്നത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ്. അപ്പോൾ ഇത് തന്നെയാണ് സ്റ്റിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. കളേഴ്സ് മാറ്റി മാറ്റി ഒന്ന് കൊടുത്താൽ മതി. ഇനി ഈ ഫ്ലവർ ചെയ്യാനായിട്ട് നമ്മൾ ബീഡ് വർക്കാണ് ചെയ്യുന്നത്. അത് ഈ ഒരു രീതിയിൽ വേണം ചെയ്തു വരാനായിട്ട്. ഒരു സ്പൈറൽ ഷേപ്പിൽ വേണം കേട്ടോ ബീഡ് വർക്ക് ചെയ്യാനായിട്ട്.
ഇവിടെ നമ്മൾ റെഡ് ഷെയ്ഡിലുള്ള ഷുഗർ ബീഡാണ് എടുക്കുന്നത്. അത് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ സ്റ്റിച്ച് ചെയ്ത് വരുവാണ് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോരാനായിട്ട്. ബീഡ് വെച്ചിട്ടുള്ള ഫ്ലവർ നമ്മളിവിടെ ചെയ്തു. അതേപോലെ ഒരെണ്ണം വിട്ടിട്ടാണ് അടുത്തത് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് ചെയ്യുന്നത്. റെഡ് കളറുള്ള ത്രെഡ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് വേണം നീഡിൽ എടുക്കാനായിട്ട്. എന്നിട്ട് ആ നീഡിൽ 2 തവണ ഒന്ന് ഇതുപോലെ ചുറ്റിയിട്ട് ആ സർക്കിളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പം കുറച്ച് ചെരിച്ച് വേണം ചെയ്യാനായിട്ട്. നേരെ അല്ല കേട്ടോ ചെയ്യേണ്ടത്. ഇനി ആ ത്രെഡ് ഫ്ലവറിൻ്റെ സെൻറ്ററിലും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്പേസ് വന്നിട്ടുണ്ടല്ലോ, അവിടെയും പേൾസ് വെച്ച് കൊടുക്കാം. സൈസ് നമ്പർ 2 ആണ് കേട്ടോ ഞാനിവിടെ പേൾസ് എടുത്തേക്കുന്നത്. ഇനി ആ ബോക്സിൻ്റെ ഉള്ളിൽ 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് വരുന്ന പോലെ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ്. അത് ഓൾട്ടർനേറ്റ് ആയിട്ട് മതി കേട്ടോ. ഒരെണ്ണം ഡോട്ടാണെങ്കിൽ ഒരെണ്ണം ഇതുപോലത്തെ ഡിസൈന്. ഇനി ഇവിടെ കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യമേ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ബീഡ് എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 2 കട്ട് ബീഡ് ഒന്നിച്ചെടുത്ത് വെച്ചിട്ടാണ് ബാക്ക് സ്റ്റിച്ച് പോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓരോന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ആ ബീഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഇനി ആ സ്റ്റെമ്മിൻ്റെ 2 വശത്തേക്കും ചെറിയ ബ്രാഞ്ച് പോലെ ചെയ്യുവാണ്. അപ്പോൾ അവിടെ നമ്മൾ 2 കട്ട് ബീഡ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതെടുത്തിട്ട് ചെരിച്ച് ബ്രാഞ്ച് പോലെ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഡോട്ടാണ്. അവിടെ നമ്മൾ പേളാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ഇത് മാറ്റി വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരെണ്ണം ബ്രാഞ്ചിൻ്റെ ആ ഒരു ചെറിയ ട്രീ പോലെ ആണെങ്കിൽ അടുത്തത് പേള് മാത്രം വയ്ക്കുക. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.